തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ത്രികോണ മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശശി തരൂർ എം പി, ആഗോള പൗരൻ, കോൺഗ്രസ് പ്രതിനിധിയായി ഇക്കുറിയും മത്സരരംഗത്തുണ്ട്. തുടർച്ചയായ 4ാം തവണ 3 തുടർ ജയങ്ങൾക്ക് ശേഷം മത്സരരംഗത്ത് നിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരരംഗത്തേക്ക് വരുന്നതോടുകൂടിയാണ് ത്രികോണ മത്സരം വളരെ ശക്തമാകും എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നത്. പന്ന്യൻ രവീന്ദ്രനാണ് CPIക്ക് വേണ്ടി LDF സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. എന്താണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കൂടി പ്രചാരണ രംഗത്തേക്ക് വന്നതിന് ശേഷം എങ്ങനെ പോകുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു പൾസ്? കാര്യമായിട്ടൊന്നും പോകുന്നില്ല. സത്യത എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ അത്ര സജീവമായിട്ട് പോസ്റ്റർ യുദ്ധമൊന്നും അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് കാണുന്നില്ല. പന്ന്യൻ്റെ കുറച്ച് പിള്ളേരുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ അവിടെ ഇവിടെ കാണുന്നുണ്ട്. എങ്കിൽ പോലും ഒരു ചൂട് പിടിച്ചിട്ടില്ല. രാജീവ് ആദ്യഘട്ടത്തിൽ ഈ പോസ്റ്ററുകളൊക്കെ ഇനി കാര്യം നടക്കും, പുരോഗതിയുടെ രാജീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നല്ല ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുള്ള പോസ്റ്ററുകൾ വന്നിരുന്നു. ഇപ്പം രണ്ടാമത്തെ ഘട്ടത്തിലെത്തിക്കുമ്പോൾ രാജീവ് ആ പേസ് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് തണുപ്പം മട്ടിലാണ് പോകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു LDF വെച്ച് ബാക്കി 2 ഉൾപ്പാട്ടി പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ശശി തരൂരായിരുന്നു ഓൾറെഡി അദ്ദേഹം ഓരോ തവണ ഇവിടെ മത്സരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെയുള്ള ലോക്കൽ കോൺഗ്രസ് ലീഡർഷിപ്പ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ തുടക്കം മുതൽ ഉള്ളതാണ്. അത് കാര്യമാണ്. പിന്നെ സഹജമായ ഒരു അസൂയ മുതൽ ഇങ്ങോട്ട് പല ഘടകങ്ങളുണ്ട്. പക്ഷേ ഈ ശശി തരൂർ ആദ്യത്തെ തവണ ജയിച്ചു കഴിഞ്ഞപ്പം അടുത്ത 2-3 തവണ പുള്ളി തന്നെ ജയിക്കത്തുള്ളൂ എന്നുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അത് ഒന്ന് ആഗോള പൗരൻ, പിന്നെ വലിയ ഭരണഘടനാ വലിയ പദവികളിൽ UN ഉൾപ്പെടെയുള്ള പദവികളിൽ ഇരുന്ന ആൾ, അസാധാരണമായ ഇംഗ്ലീഷ് ചാതുര്യം, മനുഷ്യൻ മനസ്സിലാത്ത ഇംഗ്ലീഷ്, പിന്നെ മറ്റൊന്ന് പിന്നെ സൗന്ദര്യം എന്നെനിക്ക് അതിനെ പറയാമോന്ന് അറിഞ്ഞൂടാ. പക്ഷെ വശ്യമായ ഒരു ചന്തം ഉണ്ടായിരുന്നു, ഒരു ആകർഷണീയത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പങ്കെടുക്കുന്ന യോഗങ്ങളിലൊക്കെ അതിപ്പോഴും ഉണ്ട്. ഒരുമിച്ചിരുന്ന് സെൽഫി എടുക്കാനും ഒക്കെയുള്ള തിരക്ക്. പക്ഷേ ആ ആഗോള പൗരൻ ഇമേജും ഈ സൗന്ദര്യ പശ്ചാത്തലമൊക്കെ മാത്രം കൊണ്ട് തരൂർ ഈ 4ാം തവണ കടന്നുകൂടുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നി ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഞാൻ മുമ്പ് ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പൈസക്കാരിനെ കല്യാണം കഴിച്ച പാവപ്പെട്ടവൻ്റെ അവസ്ഥയിലായിപ്പോയി തിരുവനന്തപുരം. ഈ ശശി തരൂരിനെ അപ്പം നമ്മൾ ജയിപ്പിച്ച് വിട്ട സമയത്ത് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. അങ്ങനെ കേന്ദ്രമന്ത്രിയൊക്കെയായല്ലോ. ഇങ്ങനെ ഇവിടെ IPL കൊണ്ടുവരാൻ നോക്കി, അതും മുടിഞ്ഞുപോയി. അതിപ്പോൾ ഒന്നും ആയില്ല, കേസുമായി, ഭാര്യ മരിച്ചു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയി. ഇവിടെ ബാസിലോൺ ആക്കാൻ തോന്നുന്നു, ഒരു ചുക്കും നടന്നിട്ടില്ല. പിന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ നടത്തുന്ന വികസന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഹൈവേയും മറ്റു കാര്യങ്ങളും ബീജം വളരെ മുമ്പേ നായനാരുടെ കാലത്ത് വന്ന പ്രൊജക്റ്റാണ്. പിന്നെ അത് പിന്നെ UDF ഗവൺമെൻറ് ഉമ്മൻചാണ്ടി സാർ പ്രത്യേക ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, മോഡി പ്രത്യേക ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, അത് നടക്കുന്നു. അതിൽ മൂപ്പർക്ക് വലിയ കാര്യമൊന്നുമില്ല. ഈ പ്രൊജക്റ്റ് ആദ്യം കൊണ്ടുവന്നത് SCP ആണ് കേട്ടോ. അതായത് ബീജം പ്രൊജക്റ്റ് ആദ്യം കൊണ്ടുവന്നത് SCP ആണ്. ബീജത്ത് പോർട്ട് കൊണ്ടുവന്നിട്ട് വെള്ളായണി കായലിൽ അതിലൊരു കണക്ട് ചെയ്ത് കായലിൽ പിന്നെ കപ്പലുകൾ ആങ്കർ ചെയ്യാനുള്ള സംവിധാനം, അതായിരുന്നു SCPയുടെ ബുദ്ധി, അറിയാലോ. അപ്പോൾ ആ പ്രൊജക്റ്റാണ് ഇപ്പം നടന്നത്. അതിൽ അയാൾക്ക് കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. പിന്നെ മൂപ്പരിങ്ങനെ നടന്നിട്ട് വലിയ ഇംഗ്ലീഷ് പറയും, നമുക്കൊന്നും മനസ്സിലാവുകയില്ല. അപ്പോൾ പക്ഷേ മൂപ്പരൊരു ഗുണമെന്ന് വെച്ചാൽ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലായി കല്യാണം കഴിച്ചതൊക്കെ ഈ പറയുന്ന ഒരു ഗതിയില്ലാത്ത ടീമിനാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇപ്പോൾ അതേ ഉള്ളൂ, കാണാനും കൊള്ളാം. ഈ പറയുന്ന സ്ത്രീകളെ വോട്ടിട്ടും യുവാക്കളെ വോട്ടിട്ടും മൂപ്പർക്ക് പറ്റിയൊരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. രാമേന്ദ്രൻ നായർ മത്സരിച്ചു, പിന്നെ ബെന്നറ്റ് മത്സരിച്ചു, അതൊക്കെ തന്നെ. പിന്നെ അങ്ങനെ ഏലത്ത് നിൽക്കില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ കടുവയെ പിടിച്ച കിടുവയാണ്, ബുദ്ധി രാക്ഷസനാണ്, തൊട്ടതെല്ലാം പൊന്നാക്കിയ ആളാണ്.